നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് ഗുണഭോക്താക്കൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ഗുണഭോക്താക്കൾക്കൊക്കെ തന്നെ ഒരുപാട് സേവനങ്ങൾ നമ്മൾ അംഗൻവാടികളിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായിട്ട് പ്രഗ്നൻറ്റും ലാക്ടേറ്റും മദറും ഒപ്പം തന്നെ 6-3 കുട്ടികളും അതേപോലെ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഇവർക്ക് നമ്മൾ SNP പോലുള്ള അതായത് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ഫുഡ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ദിവസവും നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി നമ്മൾ പോഷൻ ട്രാക്കറിനകത്ത് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചേഴ്സിന് കൃത്യമായിട്ട് അറിയാം. നമുക്കറിയാം SNP എന്ന് പറയുന്നത് 2 തരത്തിൽ 2 വിഭാഗം ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രഗ്നൻറ്റിനും ലാക്ടേറ്റിക്കും 6-3 കുട്ടികൾക്കുമാണ് THR രൂപേണ നമ്മൾ SNP കൊടുക്കുന്നത്. നമുക്കറിയാം മാസത്തിൽ ഒരു തവണയാണ് ഇവർക്ക് ഒരു മാസത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും വിതരണം ചെയ്യുന്നത്. എന്നാൽ HSM സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളായിട്ട് നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഡെയിലി ബേസിലാണ്. അതായത് ഒരു കുട്ടി അംഗൻവാടിയിൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അംഗൻവാടിയിൽ നിന്ന് അറ്റൻഡൻസ് എടുക്കുന്നു, ആ കുട്ടിക്ക് മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നു, അതേപോലെ HSM കൊടുക്കുന്നു, പ്രീ സ്കൂൾ ആക്ടിവിറ്റി ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഇതൊക്കെ കൃത്യമായി പോഷൻ ട്രാക്കറിൽ നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. ഇത് നിത്യവും ചെയ്യുന്ന പ്രവർത്തനമാണ്. ആയതുകൊണ്ട് തന്നെ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടിയുടെ HSM കൊടുക്കുന്നത് ഒരു മാസത്തിൽ ഒറ്റ തവണയായിട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതേസമയം പോഷൻ ട്രാക്കറിൽ തന്നെ THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ SNP വിതരണം നമ്മൾ മാർക്ക് ചെയ്യുന്നത് മാസത്തിൽ ഒരു തവണയോ 7 ദിവസത്തിലോ 15 ദിവസത്തിലോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ മാക്സിമം പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 25 ദിവസം ഒന്നിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുണഭോക്താവിന് THR രൂപേണ SNP കൊടുക്കുന്ന സമയം 25 ദിവസം എന്ന് കാണുന്ന ഓപ്ഷൻ കൊടുത്തിട്ടാണ് അവരുടെ ആ മാസത്തെ THR നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇതാണ് ശരിയായ രൂപം. എന്നാൽ HSM കൊടുക്കുന്ന ഭാഗത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഭാഗത്ത് HSM എന്നും THR എന്നുള്ള ഓപ്ഷൻ ഒറ്റ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്കറിയാം പ്രീ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ SNP കൊടുക്കുന്നത് HSM രൂപത്തിലാണ്. അതായത് ഹോട്ട് കുക്ക്ഡ് മീൽ, അതായത് നമ്മൾ വേവിച്ച ഭക്ഷണമാണ് ഈ ഹോട്ട് കുക്ക്ഡ് മീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോട്ട് കുക്ക്ഡ് മീലായിട്ടാണ് നമ്മൾ ഡെയിലി ബേസിസിലാണ് മാർക്ക് ചെയ്യുന്നത്. ആ കുട്ടി തിങ്കളാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ചത്തെ പേജ് ഓപ്പൺ ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ചൊവ്വാഴ്ച വന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ അറ്റൻഡൻസ് ഇടുന്നില്ല, HSM മാർക്ക് ചെയ്യുന്നില്ല. എന്നാൽ THR കൊടുക്കുന്ന കുട്ടികൾ അങ്ങനെയല്ല, ഒറ്റ മാസത്തിൽ നമ്മൾ ഒന്നിച്ചാണ് കൊടുക്കുന്നത്, ഒന്നിച്ച് തന്നെ 25 ദിവസം എന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. HSM കൊടുക്കുന്നവിടെ കുട്ടി വരുന്ന ദിവസം HSM സ്വീകരിക്കുന്ന ദിവസമാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ ടീച്ചർ കൊടുക്കുന്ന സമയം HSM മാർക്ക് ചെയ്യുന്ന അതേ കോളത്തിൽ തന്നെ THR എന്നുള്ളൊരു ആരോ മാർക്ക് കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കൃത്യമായി മനസ്സിലാക്കുക. പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കേരളത്തിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു ആപ്ലിക്കേഷനല്ല, ഓൾ ഇന്ത്യ ലെവലിലെ എല്ലാ അംഗനവാടികളെയും സംബന്ധിച്ച് ബാധകമാകുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് HSM കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് മാർക്ക് ചെയ്യാനാണ് THR എന്നുള്ള ഓപ്ഷൻ കൂടെ ഈ പേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം HSM കൊടുക്കുന്നത് ഈ ഡോട്ടിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഡെയിലി വരുന്ന കുട്ടിക്കനുസരിച്ച് HSM സ്വീകരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ ടീച്ചേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ തെറ്റ് വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ആ തെറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ ചെയ്തത്. അതായത് എല്ലാം ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കൊന്നും കൊടുക്കാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് മാർക്ക് ചെയ്ത് വരിക എന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. THR കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതേപോലെ HSM കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഡെയിലി ട്രാക്കിംഗ് പേജിൽ കയറി കഴിഞ്ഞാൽ HSM പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രീ സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളുടെ ലിസ്റ്റും അവിടെ കാണാം. ഉദാഹരണത്തിന് ഈ HSM പേജ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ പേജിനകത്ത് പ്രീ സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളെ ലിസ്റ്റും കാണാൻ സാധിക്കും. ഇവിടെ കൃഷവ് എന്ന് കാണുന്ന കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ THRഉം HSMഉം ആ കുട്ടിക്ക് നേരെ കാണാൻ കഴിയും. നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് HSM ആണ്. അപ്പോൾ HSM മാർക്ക് ചെയ്യുന്ന ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ HSM ഗിവൺ 16 ഡേയ്സ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് ഈ മാസത്തിലെ 16ാമത്തെ ദിവസമാണ് ആ കുട്ടി വന്നിട്ടുള്ളത്. 16ാമത്തെ ദിവസം ആ കുട്ടിക്ക് HSM മാർക്ക് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ HSM ഗിവൺ 16 ഡേയ്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. 16 ദിവസവും ആ കുട്ടി വന്നതുകൊണ്ട് 16 ദിവസം HSM സ്വീകരിച്ചതുകൊണ്ട് 16 ദിവസം ഇവിടെ ടീച്ചറെ
HCM അടയാളപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ 16 ഡേയ്സ് HCM എന്ന് കാണുന്നത്. മുകളിൽ THR ഗിവൺ എന്ന് കാണുന്ന അവിടെ 0 ഡേയ്സ് ആണ് അവിടെ കാണുന്നത്. അവിടെ THR കൊടുക്കുന്നില്ല കുട്ടിക്ക്, കാരണം പ്രീ സ്കൂൾ കുട്ടിയാണെന്ന് ടീച്ചർക്ക് അറിയാം. അതുകൊണ്ടാണ് അവിടെ 0 എന്ന് കാണുന്നത്. എന്നാൽ തൊട്ട് മുകളിലുള്ള ജിഹാൻ എന്ന് കാണുന്ന ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. ഇവിടെ HCM ടീച്ചർ കൊടുത്തത് 5 ദിവസമാണ്, THR കൊടുത്തത് 25 ദിവസമാണ്. അതായത് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ലിമിറ്റ് റീച്ച്ഡ് എന്ന് പച്ച നിറത്തിലുള്ള ഒരു വാർണിംഗ് മെസ്സേജിന് ടീച്ചർ വന്നതും പിന്നീട് ആ കുട്ടിക്ക് ഒരു HCMഉം ഈ മാസത്തിൽ അവിടെ കൊടുക്കാൻ കഴിയില്ല, അവിടെ ബ്ലോക്കായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് ടീച്ചർമാരോട് പറയുന്നത്, എല്ലാം ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒന്നും കൊടുക്കാനില്ല, അവിടെ ആ രീതിയിൽ കൊടുക്കാനുള്ള സംവിധാനം പോർഷൻ ട്രാക്കറിനകത്ത് തിരുത്താൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് കൃത്യമായി അന്നന്നാൾ വരുന്ന കുട്ടിക്ക് അന്നന്നാൾ മാർക്ക് ചെയ്യുന്ന രൂപമാണ് HCMൽ കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തിവിടെ ടീച്ചർ അറിയാതെ THR എന്നുള്ളത് 25 ദിവസം ഒറ്റയടിക്ക് കൊടുത്തു. ആദ്യത്തെ 5 പ്രവൃത്തി ദിനത്തിൽ 5 ദിവസം HCM എന്ന് കൊടുത്തു എന്നുള്ളത് ടീച്ചർ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്തതുകൊണ്ട് 5 ദിവസം എന്ന് വന്നു. അതിനുശേഷം ടീച്ചർ അറിയാതെ THR എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് 25 ദിവസം THR കൊടുത്തതായി കാണിച്ചപ്പോൾ എന്തായി, അവിടെ 30 ദിവസം പൂർത്തിയായി. നമുക്കറിയാം ഒരു മാസത്തിൽ 30 ദിവസത്തിൽ കൂടുതൽ ഒരു SNPയും വിതരണം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് പോർഷൻ ട്രാക്കറും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 25 ദിവസം THRഉം 5 ദിവസം HCM കൊടുത്തതായി കാണിച്ചപ്പോൾ 30 ദിവസമായി അതവിടെ ക്ലോസ് ആയി. ഇനി ആ കുട്ടിക്ക് അവിടെ ഇനി കൊടുക്കുന്ന HCMകളൊന്നും തന്നെ ഇവിടെ മാർക്ക് ചെയ്യാൻ ടീച്ചർക്ക് കഴിയില്ല. ഇത് തെറ്റായ രീതിയാണ്. അപ്പോൾ ഈ തെറ്റുകൾ മറ്റുള്ള ടീച്ചർക്കും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സെഷൻ. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക. അറിയാതെ, കണ്ണ് കാണാതെ, കണ്ണ് തെറ്റി, കൈ തെറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾക്ക് ഇത്തരം രീതിയിൽ തെറ്റുകൾ വരുത്താൻ കഴിയില്ല. ഒരു കുട്ടിക്ക് എന്തൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നമ്മളെ സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഒഫീഷ്യൽസിനെ നിങ്ങളുടെ പോർഷൻ ട്രാക്കർ റിപ്പോർട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഇതിൽ നിങ്ങളിൽ നിന്ന് ഒതുങ്ങുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ടീച്ചർമാർ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുക, അത് എല്ലാവരെയും ബാധിക്കും. നമ്മളെ റിപ്പോർട്ട് മൊത്തം തന്നെ തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. അത് കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മൾക്കറിയാം സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ കൂടി നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഈ സെഷന് കീഴിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇൻറ്റൻറ്റ് പ്രകാരം കിട്ടിയ HCMഉം THR ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് ഗ്രാമിലും പാക്കറ്റിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിൽ 5 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള HCMൻ്റെ സാധനങ്ങൾ നിങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ 5 കുട്ടികൾക്ക് 30 ദിവസം കൃത്യമായി മാർക്ക് ചെയ്തില്ല എങ്കിൽ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ 2 രജിസ്റ്ററുകളും തെറ്റിപ്പോകുന്നുണ്ട്. ഡെയിലി ട്രാക്കിങ്ങിലെ HCM പേജും തെറ്റി, അതേപോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്ററിലെ വിവരങ്ങളും തെറ്റിപ്പോയി. ആ രീതിയിൽ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊജക്റ്റിലെ മൊത്തം ഡാറ്റയും തെറ്റും, അത് ജില്ലയിലെ തെറ്റും, സ്റ്റേറ്റിലെ തെറ്റും. ഒരു അംഗൻവാടിയിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ എല്ലാ പ്രൊജക്റ്റുകളെയും പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ തെറ്റുകൂടാതെ കൃത്യമായി HCM മാർക്ക് ചെയ്യുക, THR കൃത്യമായി കൊടുത്തത് മാർക്ക് ചെയ്യുക. തെറ്റുകൂടാതെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സെഷനുകളൊക്കെ ഉപകരിക്കും. അതുകൊണ്ട് കൃത്യമായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സെഷനുകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിങ്ങളുടെ പോർഷൻ ട്രാക്കറിലേക്ക് ചെയ്യേണ്ടത്. ഒരു തവണ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് തിരുത്താൻ പറ്റാത്തത് എന്നുള്ളത് നമ്മൾ സെഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അംഗൻവാടി ഒരിക്കൽ ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തുറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് HCM നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് മാർക്ക് ചെയ്യേണ്ട എന്ന് പറയാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തേക്കുണ്ട്. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റാൻ കഴിയും. ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെയാണ്, LMP അതുപോലെ തന്നെയാണ്, ഡെലിവറി ഡേറ്റ് അങ്ങനെ തന്നെയാണ്. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ടീച്ചേഴ്സിനെ തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല, അത് ബ്ലോക്കിലും തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായി ആധികാരികമായിട്ടുള്ള രേഖകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഓരോ കാര്യങ്ങളും കൃത്യമായി പോർഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തി സബ്മിറ്റ് കൊടുക്കേണ്ടത്. കൃത്യമായി മനസ്സിലാക്കുക. താങ്ക് യു.